രാഷ്ട്രീയം എന്ന് പറയുന്നത് നേരായ വഴിയിലൂടെയുള്ള രാഷ്ട്രീയമാണ്. അതാണ് ഞാൻ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിൽ പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഏക പുത്രനായിരുന്നു മിയാ ഖാൻ. അത് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അദ്ദേഹം മദിരാശി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഒരിക്കൽ അവിടുത്തെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ കാണുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിനോട് പറയുന്നുണ്ട്, കണ്ടപ്പോ ചോദിച്ചു, മകന്റെ വിശേഷങ്ങൾ എന്താണ് മകന്റെ വിശേഷങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇസ്മായിൽ സാഹിബ് ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് എന്റെ മകനെ എങ്ങനെ അറിയാം? വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, നിങ്ങളുടെ മകനെ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മദിരാശിയിലേക്ക് മാറ്റാൻ ഞാനാണ് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്, ഞാനാണ് അതിന്റെ ശുപാർശ ചെയ്തത്, റെക്കമെൻഡേഷൻ ചെയ്തത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയാണ്. ഇസ്മായിൽ സാഹിബ് അന്തം വിട്ടുപോയി, അത്ഭുതപ്പെട്ടുപോയി. എന്റെ മകനെയോ? ഇസ്മായിൽ സാഹിബിന്റെ അനിയനാണ് അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നത്. ആ നിമിഷം തന്നെ അദ്ദേഹം സ്വന്തം മകനെ മദിരാശിയിൽ നിന്ന് പഠനം നിർത്തി വീട്ടിലേക്ക് വരുത്തുകയാണ്. മറ്റൊരു കുട്ടിക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ എന്റെ മകനാണ് എന്നുള്ളത് കൊണ്ട് കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയം ലീഗിനുണ്ട്. ആ കുട്ടിയുടെ പഠനം അതോടെ നിർത്തുകയാണ്. എന്താണ് അങ്ങനെ? ഞാൻ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ മകനായതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണനയും ആരും കൊടുക്കണ്ട എന്നുള്ളതാണ് ലീഗ് തുടങ്ങി വെച്ച രാഷ്ട്രീയം. ആ രാഷ്ട്രീയം നമ്മൾ ഇന്നും പാലിക്കുന്നുണ്ട്. അത് പാലിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ.